ഇന്നത്തെ ടോപ്പിക് പല്ല് പുളിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ശരിയാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും പല്ല് പുളിപ്പ് അനുഭവപ്പെടുന്നത്. ചിലർക്ക് തണുത്തത് അല്ല ചൂടുള്ളത് മധുരപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ, ചിലവർക്കാണെങ്കിൽ ഈ തണുത്ത കാറ്റടിച്ചാൽ പോലും ഈ പറഞ്ഞ പല്ല് പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അന്നേരം എന്തുകൊണ്ടാണ് ഈ പല്ല് പുളിപ്പ് വരുന്നത്? നമ്മുടെ പല്ലിൻ്റെ പുറം പാളിയായ ഇനാമലിന് തേയ്മാനം ഉണ്ടായിട്ട് അതിൻ്റെ അകത്തെ ലെയറായ ഡെൻറ്റിൻ അത് വെളിയിലോട്ട് എക്സ്പോസ് ആകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പല്ല് പുളിപ്പ് അനുഭവപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ജിഞ്ചൈവൽ റിസെക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ പല്ലിൻ്റെ വേര് ഭാഗം ഉണ്ടല്ലോ, വേരിൻ്റെ ആ ഒരു ഭാഗത്തുള്ള മോണയുടെ ഭാഗം ഇച്ചിരി ഒന്ന് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പല്ല് പുളിപ്പ് നല്ലതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായ രീതിയിൽ പല്ല് തേക്കുന്നു എന്നത് തന്നെയാണ്. അപ്പം നമുക്ക് അറിയാം 3 രീതിയിലാണ് നമ്മുടെ ടൂത്ത് ബ്രഷ് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്: സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. അതിലിപ്പോൾ നിങ്ങൾ ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ ആ തേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ആ ബ്രിസ്റ്റിൽസ് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നല്ല രീതിയിൽ തേയ്മാനം ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അന്നേരം പല്ല് പുളിപ്പുള്ളവർ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം ബ്രഷിങ് ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്. ഒരു 2 മിനിറ്റ് കൂടുതൽ പല്ല് തേച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അന്നേരം നമ്മൾ പല്ല് തേക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ പല്ല് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോണസംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മോണസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പല്ല് പുളിപ്പ് വരാനുള്ളൂ. ആ ജിഞ്ചൈവൽ റിസെഷൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, ആ വേരിൻ്റെ ഭാഗത്തുള്ള മോണ കുറച്ച് താഴോട്ട് പോകുന്ന അവസ്ഥ, അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അന്നേരം മോണരോഗങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞ മോണരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്നേരം അങ്ങനെയുള്ളവർക്ക് ഈ പല്ല് പുളിപ്പിന് സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രക്സിസം എന്ന് പറയും. അതായത് നമ്മൾ പല്ല് ഇറുമുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ ചിലവരൊക്കെ ആണെങ്കിൽ എപ്പോഴും പല്ല് കടിച്ചു പിടിക്കുക, അതുപോലെ ഉറക്കത്തിൽ പല്ലൊത്തിരി ഇറുമുന്ന സ്വഭാവം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പല്ല് പുളിപ്പ് വരും. നമ്മുടെ ഇനാമലിന് തേയ്മാനം വരികയല്ല ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പല്ല് പുളിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഏജിങ് ആണ്. പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ പല്ലിന് തേയ്മാനം വരികയും അങ്ങനെ പല്ല് പുളിപ്പ് വരാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ അപ്പം എന്തുവാണ് കാരണം നോക്കുക. ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ പല്ല് പുളിപ്പ് വരുന്നതെന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക ഫസ്റ്റ്. ഇപ്പം ബ്രഷിങ് രീതി തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല്ല് പുളിപ്പുള്ളവർ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2 മിനിറ്റ് കൂടുതൽ പല്ല് തേക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റാണ് നമ്മൾ പറയുന്നത്. രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യുന്നത് സോഫ്റ്റ് ബ്രഷ് കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 മിനിറ്റ് കൂടുതൽ പല്ല് തേക്കേണ്ടതായിട്ട് ആവശ്യമില്ല. പിന്നീട് എല്ലാ 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ ടൂത്ത് ബ്രഷ് മാറ്റേണ്ട സമയം. 3 മാസം കൂടുമ്പോൾ ടൂത്ത് ബ്രഷ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം അതിന് മുമ്പ് നമ്മുടെ ഈ പല്ല് തേക്കുന്ന ബ്രിസ്റ്റിൽസ് ഉണ്ടല്ലോ, അത് തേയ്മാനമൊക്കെ അതെല്ലാം ഇളകി അഴുക്കാകുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ മാറ്റുക. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് നമുക്കത് വരുന്നത്? ഇപ്പം സിട്രിക് ഫ്രൂട്ട്സ് ഒക്കെ ഒത്തിരി കഴിക്കുന്നവർക്ക്, പുളിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒത്തിരി കഴിക്കുന്നവർക്കും ഈ പറഞ്ഞ പല്ല് പുളിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ഓറഞ്ച്, നാരങ്ങ, അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ കോള പോലുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുടിക്കുകയാണെങ്കിൽ ഈ പല്ല് പുളിപ്പ് വരാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ട് അതൊക്കെ നോക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്, അത് ആദ്യം കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണല്ലോ. പിന്നെ പല്ല് പുളിപ്പിൻ്റെ ടൂത്ത് പേസ്റ്റുകൾ. അന്നേരം നമ്മൾ സാധാരണ ടൂത്ത് പേസ്റ്റിൻ്റെ കൂടെ തന്നെ ആ പല്ല് പുളിപ്പിൻ്റെ പേസ്റ്റ് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പല്ല് പുളിപ്പ് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പം അതുപോലെ തന്നെ നല്ലതായിട്ട് പല്ല് പുളിപ്പുള്ള ഏത് പല്ലിനാന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഈ പറഞ്ഞ പല്ല് പുളിപ്പിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് നേരത്തേക്ക് പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം വരാറുണ്ട്. അന്നേരം നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് അങ്ങ് ആ പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ അളവിൽ മാത്രം മതി നമുക്ക് ടൂത്ത് പേസ്റ്റ്. നമ്മൾ സാധാരണ ടൂത്ത് പേസ്റ്റിൻ്റെ കൂടെ തന്നെ ഈ പല്ല് പുളിപ്പിൻ്റെ ടൂത്ത് പേസ്റ്റ് കൂടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഡെൻ്റൽ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ 6 മാസം കൂടുമ്പോൾ ഡെൻ്റൽ വിസിറ്റ് നിങ്ങൾ ചെയ്യുക. കാരണം നമുക്ക് ആ സമയത്ത് പല്ല് പുളിപ്പുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ പറ്റും. അതുപോലെ ചെറിയ കേടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഡെൻ്റൽ ക്ലിനിക്ക് നമുക്ക് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് പല്ല് പുളിപ്പിന്. അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ കളറിലുള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്രൗൺ പ്ലേസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഡെൻ്റൽ ക്ലിനിക്കിലും അവൈലബിൾ ആണ്. അന്നേരം നമുക്ക് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് പല്ല് പുളിപ്പിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്സ്.